മോർണിംഗ് കുട്ടികളെ, എല്ലാവർക്കും ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് രണ്ടാമത്തെ യൂണിറ്റായ കൂട്ടിച്ചേർക്കാം എന്നതിലെ ഒന്നാമത്തെ പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. ആരൊക്കെ ചേർന്നാൽ എന്ന ആ പ്രവർത്തനത്തിൽ നമ്മൾ ഉണ്ണിയും ടോമിയും സംഖ്യ കാർഡ് ഉപയോഗിച്ച് കളിച്ച ഒരു കളിയെക്കുറിച്ചാണ് നമ്മളത് ചെയ്തത്. അതായത് സംഖ്യ കാർഡിൽ രണ്ട് സംഖ്യകൾ ചേരുമ്പോൾ 70 കിട്ടത്തക്ക വിധത്തിൽ കൂട്ടി നോക്കാനായിരുന്നു ആ പ്രവർത്തനം. എല്ലാവരും അത് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ആ സംഖ്യകൾ 70 ഉത്തരമായിട്ട് കിട്ടുന്ന സംഖ്യകളെ നിങ്ങൾക്ക് അവിടെ ആ കോളത്തിൽ എഴുതാം. ഞങ്ങൾ കണ്ടെത്തിയത് എന്നുള്ള രീതിയിൽ രണ്ട് സംഖ്യകൾ പ്ലസ് ഇട്ട് എഴുതാം. അതായത് എക്സാമ്പിൾ 19 + 51 = 70, അല്ലെങ്കിൽ 17 + 53 = 70. അങ്ങനെ ഒരു 6 സംഖ്യകൾ, 6 പെയർ, 6 ജോഡികൾ അവിടെ കണ്ടെത്തി എഴുതുക. ഇനി അടുത്ത പ്രവർത്തനം എൻ്റെ ചിന്ത. അവിടെ ഒരു കടയിൽ കടക്കാരനും അമ്മയും കുട്ടിയും സാധനം വാങ്ങാൻ നിൽക്കുന്ന ഒരു ചിത്രമാണ് കണ്ടിട്ടുള്ളത്. നോക്കൂ, കടക്കാരൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ആദ്യം ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. ടോമിയും അമ്മയും കടയിലെത്തി. 100 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. കൊടുക്കേണ്ട തുക കണ്ടെത്തുന്നതിന് ടോമി ചിന്തിച്ച രീതി ഏതൊക്കെയാകാം? കടക്കാരൻ്റെ കടയിലേക്ക് നോക്കൂ. പഴത്തിന് 56 രൂപയും നാരങ്ങ 44 രൂപയും, ആകെ 100 രൂപ എന്ന് കടക്കാരൻ പറഞ്ഞു. അപ്പോൾ പഴവും പിന്നെ എന്തുകൂടെയാണ് വാങ്ങിയത്? നാരങ്ങയും അല്ലേ? പഴത്തിൻ്റെ വില എന്ന് പറയുന്നത് 56 രൂപയാണ്, നാരങ്ങയുടെ വില 44 രൂപയാണ്. ആകെ വില എത്രയാണ്? 100 രൂപ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോമി ചിന്തിച്ച രീതിയാണ് പരിചയപ്പെടുന്നത്. 56 + 44 = ടോമി ചിന്തിച്ചത് എങ്ങനെയാണ്? 56ൻ്റെ കൂടെ 44നെ നമുക്ക് എങ്ങനെ എഴുതാം? 40 + 4 എന്ന് എഴുതാം. അപ്പോൾ 56ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ 60, 60ൻ്റെ കൂടെ 40ഉം കൂടെ കൂട്ടുമ്പോൾ 100. അങ്ങനെ എളുപ്പത്തിൽ 100 കിട്ടി. ഇനി വേറൊരു രീതിയിൽ എന്താ ചിന്തിച്ചത്? 56നെ 50 + 6 എന്നെഴുതി. 44നെ എങ്ങനെ എഴുതി? 40 + 4 എന്നും. അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പ വഴി കൂട്ടാം? 6ഉം 4ഉം കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം 10 ആണെന്ന്. അപ്പോൾ 50ഉം 40ഉം 10ഉം, 50ഉം 40ഉം 90, 90 + 10 100. ഇനി നമുക്കിതിനെ വേറെ രീതിയിൽ എങ്ങനെ എഴുതാം? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും? അപ്പോൾ അടുത്ത വരിയിൽ നിങ്ങൾ എങ്ങനെ എഴുതും? 56 + 44 ഏത് രീതിയിലൊക്കെ എഴുതാൻ പറ്റും? ആദ്യം നമുക്ക് വേണമെങ്കിൽ 56നെ അതുപോലെ എഴുതുക. 56 പിന്നെ 40നെ രണ്ടാക്കി എഴുതുക. 40 + 4. അപ്പോൾ 56 + 40 + 4. അപ്പോൾ 56 + 4 60, 60ഉം 40ഉം 100. അവിടെ 100 എന്ന് ഉത്തരം കിട്ടും. അടുത്ത ഒരു രീതി എന്ന് പറയുന്നത് 56 + 44 56നെ നമ്മൾ എങ്ങനെ എഴുതും? 50 + 6 എന്ന് എഴുതും. എന്നിട്ട് 40ഉം 4ഉം കൂടെ ചേർത്ത് 44 എന്ന് എഴുതും. അപ്പോൾ 56 + 4 100. അങ്ങനെ എഴുതാം. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ മാറ്റി എഴുതാൻ കഴിയുന്നെങ്കിൽ അങ്ങനെ കണ്ടെത്തി എഴുതിയാലും മതി. അടുത്ത ചോദ്യം. അമ്മു കടയിൽ നിന്നും 2 കിലോഗ്രാം പഞ്ചസാരയും 2 കിലോഗ്രാം പരിപ്പും വാങ്ങി. പഞ്ചസാരയ്ക്ക് കിലോഗ്രാമിന് 35 രൂപയും പരിപ്പിന് കിലോഗ്രാമിന് 68 രൂപയുമാണ് വില. അമ്മു കടയിൽ എത്ര രൂപ നൽകണം? അപ്പോൾ ആ ചോദ്യം ഒരു സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട ഒരു കണക്കാണ്. അതായത് കടയിൽ നിന്നും അമ്മു എത്ര കിലോഗ്രാം പഞ്ചസാരയാണ് വാങ്ങിയത്? 2 കിലോഗ്രാം പഞ്ചസാര. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോൾ ബുക്കിൽ ചോദ്യം എഴുതുക, സ്റ്റെപ്പുകൾ എഴുതണം. അമ്മു വാങ്ങിയ പഞ്ചസാരയുടെ അളവ് = 2 കിലോഗ്രാം അല്ലേ? അമ്മു വാങ്ങിയ പരിപ്പിൻ്റെ അളവ് എത്ര കിലോഗ്രാം? 2 കിലോഗ്രാം. ഇനി പഞ്ചസാരയ്ക്ക് 1 കിലോഗ്രാം പഞ്ചസാരയുടെ വില = 35 രൂപ. അങ്ങനെയാണെങ്കിൽ 2 കിലോ പഞ്ചസാരയ്ക്ക് എത്ര രൂപ കിട്ടും?
35 അധികം 35 സമം 35 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് കണ്ടെത്തണം. പിന്നെ 1 കിലോഗ്രാം പരിപ്പിൻ്റെ വില സമം 68 രൂപ. അങ്ങനെയാണെങ്കിൽ 2 കിലോഗ്രാം പരിപ്പിൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കാം? 68 അധികം 68. അപ്പോൾ അവിടെയും ഒരു ഉത്തരം കിട്ടും. ഇനി എന്ത് വേണം? അമ്മു കടയിൽ ആകെ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ നമ്മൾ എന്ത് കണ്ടെത്തണം? ഈ 2 കിലോ പഞ്ചസാരയ്ക്ക് കിട്ടിയ തുകയും 2 കിലോ പരിപ്പിന് കിട്ടിയ തുകയും കൂട്ടി നോക്കണം. രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര രൂപയാണ് കിട്ടുന്നതെന്ന് കണ്ടെത്തി കൂട്ടി എഴുതണം. മനസ്സിലായല്ലോ? അതായത് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നേ? പഞ്ചസാരയുടെ വില എത്രയാണ്? പഞ്ചസാരയുടെ വില 35. 1 കിലോഗ്രാമിന് 1 കിലോഗ്രാം പഞ്ചസാരയ്ക്ക് എത്ര രൂപ? 35 അധികം വീണ്ടും 1 കിലോ കൂടെ വാങ്ങിച്ചല്ലോ. അപ്പോൾ 2 കിലോ അല്ലേ വാങ്ങിച്ചത്? അപ്പം 35 അധികം 35 എങ്ങനെ കൂട്ടുക? നമ്മൾ രണ്ടക്ക സംഖ്യ കൂട്ടാൻ പഠിച്ചില്ലേ 2ാം ക്ലാസ്സിൽ? ആദ്യം നമ്മൾ സംഖ്യകൾ താഴെ എഴുതണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒന്നാമത്തെ സംഖ്യയുടെ ഒന്നുകളുടെ സ്ഥാനത്ത് തന്നെ ആയിരിക്കണം രണ്ടാമത്തെ സംഖ്യയുടെ 1ന്റെ സ്ഥാനത്തേക്കാം. അതായത് 5ന്റെ താഴെ 5 തന്നെ എഴുതണം. അപ്പോൾ ഇവിടെ 5ഉം 5 കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? 5ഉം 5ഉം 10. അപ്പോൾ നമ്മൾ ഈ 0വും എവിടെ തന്നെ എഴുതണം? ഈ ഒന്നുകളുടെ സ്ഥാനത്തിന് താഴെ തന്നെ എഴുതുക. അപ്പോൾ 5ഉം 5ഉം 10. 10ന്റെ ബാക്കി ഒരു ശിഷ്ടം അല്ലെങ്കിൽ ഒരു 10. ആ 10നെ നമ്മൾ ഈ 10കളുടെ സ്ഥാനത്താണ് എഴുതുന്നത്. അപ്പം ഇവിടെ 0 ഒന്നുകളുടെ സ്ഥാനത്ത് എഴുതി, അതിനുശേഷം 10 എന്നുള്ളത് ഒരു 10ആയിട്ട് 10കളുടെ സ്ഥാനത്ത് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഈ 10കളെല്ലാം കൂട്ടണം. 3ഉം 1ഉം. അപ്പോൾ 3ഉം 1ഉം 4, 4ഉം 3ഉം എത്ര കിട്ടും? 70 ഉത്തരം കിട്ടും അല്ലേ? പഞ്ചസാരയുടെ 2 കിലോ പഞ്ചസാരയുടെ വില എന്ന് പറയുന്നത് എത്രയാണ്? 70 രൂപ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പരിപ്പിൻ്റെ വില. അപ്പോൾ 1 കിലോ പരിപ്പിന് എത്ര രൂപയാണ്? 68 രൂപ. 68ന്റെ കൂടെ വീണ്ടും ഒരു 68 കൂടെ കൂട്ടുമ്പം 2 കിലോ പരിപ്പിൻ്റെ വില നമുക്ക് കിട്ടും. നമുക്കത് കൂട്ടി നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നുകളുടെ സ്ഥാനത്ത് 2ഉം 8 ഒന്നുകളുടെ സ്ഥാനത്താണ്. അപ്പോൾ 8ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ 8ഉം 8ഉം 16. 16ന് ഒന്നുകളുടെ സ്ഥാനത്ത് 6 എഴുതി, പിന്നെ 10കളുടെ സ്ഥാനത്ത് 1 എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി കൂട്ടണം. 10കളുടെ സ്ഥാനത്തുള്ള സംഖ്യകളെല്ലാം കൂട്ടുക. 6ഉം 1ഉം 7, 7ഉം 6ഉം 13. 13ന് എവിടാണ് എഴുതുന്നത്? 3 എന്ന് പറയുന്നത് ഈ 10കളുടെ താഴെ തന്നെ 10കളുടെ സ്ഥാനത്ത് തന്നെ എഴുതുക. അപ്പം 136 കിട്ടും. ഇനി നമുക്ക് കടക്കാരന് എത്ര രൂപ കൊടുക്കണമെന്ന് എങ്ങനെ കണ്ടുപിടിക്കണം? ഈ കിട്ടിയ 2 സംഖ്യകളും കൂടെ കൂട്ടുക. അപ്പം 136 അധികം 70. 136ഉം 70. അപ്പം മുകളിൽ ഒരു 3അക്ക സംഖ്യയും താഴെ ഒരു 2അക്ക സംഖ്യയുമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ നോക്കൂ, ഈ ഒന്നുകളുടെ സ്ഥാനത്തെ സംഖ്യകളുടെ ആ സ്ഥാനത്ത് തന്നെ ആയിരിക്കണം ഇരട്ട സംഖ്യ എഴുതുമ്പോൾ ഒന്നുകൾ സ്ഥാനം വരാൻ അല്ലെങ്കിൽ 0 വരാൻ. അപ്പം 3അക്ക സംഖ്യയുടെ താഴെ 2അക്ക സംഖ്യ എഴുതുമ്പോൾ നിങ്ങൾ സ്ഥാനം തെറ്റിച്ചെഴുതിയാൽ ഉത്തരം തെറ്റിപ്പോകും. അതുകൊണ്ട് 2അക്ക സംഖ്യയുടെ ഒന്നുകളുടെ സ്ഥാനം തന്നെ ആയിരിക്കണം 3അക്ക സംഖ്യകളുടെ ഒന്നുകളുടെ സ്ഥാനത്തിന്റെ താഴെ എഴുതേണ്ടത്. അതുപോലെ 10കളുടെ സ്ഥാനം എന്ന് പറയുന്നത് 3അക്ക സംഖ്യയിലെ 10ന്റെ സ്ഥാനത്തിന് താഴെ ആയിരിക്കണം 2അക്ക സംഖ്യയുടെ 10ന്റെ സ്ഥാനത്തെ അക്കം. അത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഉത്തരമേ തെറ്റിപ്പോകും. അതുകൊണ്ട് അത്ര ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇനി 6ഉം 0ഉം കൂടെ കൂട്ടുക. 6ഉം 0ഉം 6, 7ഉം 3, 7 10ഉം 3 10ഉം 7 10ഉം 3 10ഉം കൂടെ കൂട്ടുമ്പോൾ 7 3ഉം 10 10 അല്ലേ? 10 10. 10 10ന് 0 എഴുതിയിട്ട് പിന്നെ ഒരു 10 എന്ന് പറയുന്നത് 100ന്റെ സ്ഥാനത്താണ് എഴുതുന്നത്. 10 10 എന്ന് പറഞ്ഞാൽ 100ആണ്. അപ്പോൾ അത് 1 എന്ന് പറയുന്നത് നമ്മൾ 100ന്റെ സ്ഥാനത്ത് എഴുതുന്നു. ഒരു 100ഉം വീണ്ടും ഒരു 100ഉം കൂടെ കൂട്ടുമ്പോൾ 1 1ഉം 200. അപ്പം എങ്ങനെ സംഖ്യ വായിക്കാം? 206. ഉത്തരം കിട്ടിയല്ലോ. 206 രൂപയാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അമ്മു കടയിൽ എത്ര രൂപ കൊടുക്കണം? 206 രൂപ കൊടുക്കണം. മനസ്സിലായല്ലോ? ഇനി അടുത്തത് വരിയും നിരയും എന്ന് ഒരു പ്രവർത്തനമുണ്ട്. നോക്കാം. കളങ്ങളിലെ അക്കങ്ങൾ വരിയിലും നിരയിലും കോണോട് കോണും കൂട്ടി നോക്കൂ.
എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തുടർച്ചയായ 9 സംഖ്യകൾ ഉപയോഗിച്ച് മറ്റൊന്ന് ഉണ്ടാക്കി നോക്കൂ. മാന്ത്രിക ചതുരം ലഭിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അവിടെ ഒരു കോളത്തിൽ കുറേ സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. അവിടെ എത്ര കോളമുണ്ട്? 1 2 3 4 5 6 7 8 9 കളങ്ങളുള്ള ഒരു വലിയ കാളം ആണ് തന്നിട്ടുള്ളത്. അതിൽ കുറേ സംഖ്യകളുണ്ട്. അപ്പോൾ ഈ സംഖ്യകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഈ സംഖ്യകളെ നേരെ കൂട്ടിയാലും, അതായത് വരിയിൽ കൂട്ടിയാലും നിരയിൽ കൂട്ടിയാലും കോണോടുകോൺ കൂട്ടിയാലും ഒരേ ഉത്തരമാണ് കിട്ടുന്നത്. അങ്ങനെയുള്ള സംഖ്യകൾ വരുന്ന ചതുരത്തിനെയാണ് നമ്മൾ മാന്ത്രിക ചതുരം എന്ന് പറയുന്നത്. എന്നുകൂടി പറയാം, വരിയായിട്ടും നിരയായിട്ടും കോണോട് കോണായിട്ടും സംഖ്യകൾ കൂട്ടിയാൽ ഒറ്റ ഉത്തരം തന്നെ കിട്ടും. നിങ്ങളത് ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യം 128 121 126 കൂടെ കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സംഖ്യ തന്നെയാണോ 126 127 122 കൂട്ടുമ്പോൾ കിട്ടുന്നത്? അപ്പോൾ നിങ്ങൾ സംഖ്യകൾ എഴുതി കൂട്ടുമ്പോൾ നിങ്ങൾക്ക് മൂന്നക്ക സംഖ്യകളെ തമ്മിൽ കൂട്ടുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറയാം. 128 അധികം 121 ഇങ്ങനെ തന്നെ എഴുതണം. കാരണം ഒന്നുകളുടെ സ്ഥാനത്തിന് താഴെ ആയിരിക്കണം അടുത്ത സംഖ്യയുടെ ഒന്നുകളുടെ സ്ഥാനം. 10ന്റെ സ്ഥാനത്ത് എഴുതുന്ന സംഖ്യയുടെ താഴെ ആയിരിക്കണം അടുത്ത സംഖ്യയുടെയും 10ന്റെ സ്ഥാനം. 100ന്റെ സ്ഥാനത്തുള്ള സംഖ്യയുടെ താഴെ ആയിരിക്കണം താഴത്തെ സംഖ്യയുടെയും 100ന്റെ സ്ഥാനത്തെ സംഖ്യ എഴുതണം. ഇത് ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങളുടെ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ ഇവിടെ എങ്ങനെ കൂട്ടുന്നത് നോക്കൂ. 8ഉം 1ഉം കൂട്ടുമ്പോൾ എത്ര? 8 1 9. അടുത്തത് 2 10കളും 2 10കളും. എത്ര 10കൾ വരും? 4 10കൾ. ഒരു 100ഉം ഒരു 100ഉം. 1 1 2 100. അപ്പം എങ്ങനെ വായിക്കും? 249. ഇനി ഒരു സംഖ്യയും കൂടെ കൂട്ടണ്ടേ? ഏത് സംഖ്യ കൂട്ടേണ്ടത്? 126. അപ്പം നമുക്ക് ഈ സംഖ്യയുടെ ഒപ്പം എത്ര കൂട്ടണം? 126 കൂട്ടണം. 126 കൂട്ടുക. നമുക്ക് കൂട്ടി നോക്കാം. ടീച്ചർ എഴുതിയേക്കുന്നത് കണ്ടോ? 9ന് താഴെ തന്നെ ആയിരിക്കണം 6 എഴുതേണ്ടത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉത്തരം തെറ്റിപ്പോകും. അപ്പോൾ 9ഉം 6ഉം കൂടി കൂട്ടുക. 9ഉം 6ഉം എത്രയാണ് ഉത്തരം? 9ഉം 6ഉം കൂടെ കൂട്ടുമ്പോൾ 15. ഒറ്റയുടെ സ്ഥാനത്ത് 5 എഴുതുന്നു. പിന്നെ 10ന്റെ സ്ഥാനത്തേക്ക് 1 എഴുതും. അപ്പോൾ 4 1 5 5 2 7 7 10 കിട്ടി. ഇനി നൂറുകളുടെ സ്ഥാനം 2 100 1 100 കൂടെ കൂട്ടുമ്പോൾ 3. അപ്പോൾ 375 കിട്ടേണ്ടത്. ഈ 375 തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വരിയായിട്ട് എല്ലാ വരിയിലെയും തുകകൾ കൂട്ടുമ്പോൾ 375 കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വരിയായിട്ടും നിരയായിട്ടും കോണോട് കോണുള്ള സംഖ്യകളും കൂട്ടി നോക്കുക. നോട്ട്ബുക്കിൽ കൃത്യമായി താഴെ എഴുതി കൂട്ടുക. അടുത്തത് ബില്ല് നോക്കാം. ഇത് ശ്രദ്ധിച്ചിരിക്കുക. അതായത് ബില്ല് നോക്കാമെന്ന ഒരു ചോദ്യത്തിൽ ടോമിയും ചേച്ചി മേരിയും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. പലവ്യഞ്ജന കടയിൽ നിന്നും എന്തൊക്കെയാണ് നോക്കൂ. ഇനവും തൂക്കവും വിലയും തന്നിട്ടുണ്ട്. അരി 5 കിലോ, വില 150. പഞ്ചസാര 2 കിലോ, വില 56. സോപ്പ് 2 എണ്ണം 20 രൂപ. ആകെ വില എത്രയാണ്? താഴോട്ട് കൂട്ടുക. ഒന്നുകളുടെ സ്ഥാനത്തെ സംഖ്യയിലാണ് കൂട്ടി എഴുതുക. 10കളുടെ സ്ഥാനത്ത് എല്ലാ സംഖ്യകളോട് കൂട്ടുക. 100കളുടെ സ്ഥാനത്തിലാണ് കൂട്ടുക. അടുത്തത് പച്ചക്കറി കടയിൽ എന്തൊക്കെയാണ്? ഉള്ളി 1 കിലോ, വില 25 രൂപ. വെണ്ടയ്ക്ക 1 കിലോ 25 രൂപ. ക്യാരറ്റ് 1 കിലോ 36 രൂപ. പഴം 1 കിലോ 50 രൂപ. അപ്പോൾ അതിൻ്റെ സ്ഥാനത്ത് കൂട്ടി എഴുതുക. അപ്പോൾ ഉത്തരം എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ ആദ്യത്തെ കൂട്ടി കിട്ടുന്ന തുകയെന്ന് പറയുന്നത് എത്രയാണെന്നറിയാമോ? കൂട്ടി കിട്ടുമ്പോൾ 226 കിട്ടണം. എന്താ ഓരോ ബില്ലിലും എത്ര രൂപയായി, ആകെ എത്ര രൂപ കൊടുക്കണം. നിങ്ങൾ ആദ്യം കിട്ടിയ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എത്ര കിട്ടിയെന്ന് നോക്കൂ. പലവ്യഞ്ജനക്കടയിലെ ബില്ലാണ്. പലവ്യഞ്ജനക്കടയിലെ ബില്ല്, അതായത് ഈ തുകകൾ കൂട്ടിയ ഉത്തരമാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഓരോ ബില്ലിലും എത്ര രൂപയായി, ആകെ എത്ര രൂപ കൊടുക്കണം. പലവ്യഞ്ജന കടയിലെ ബില്ലാണ് 226 കൂട്ടി കിട്ടിയത്. 226. അവിടെ നോട്ടുകളുടെ
ചിത്രം നോക്കൂ, രണ്ട് നോട്ടുകൾ, 100-ന്റെ 2 നോട്ടുകൾ അല്ലേ, പിന്നെ 10 രൂപയുടെ 2 നോട്ടുകൾ, അതുപോലെ 1 രൂപയുടെ 6 നാണയങ്ങൾ. അപ്പോൾ ടോട്ടൽ എത്ര വരും? 226. അതുപോലെ പച്ചക്കറിയുടെ ബില്ല് ഇതാ ഇവിടെ കൂട്ടി കിട്ടുന്ന തുക എത്രയാണെന്ന് നോക്കാം. അവിടെ 100-ന്റെ ചിത്രം, ഇതാ 100-ന്റെ നോട്ടിന്റെ അവിടെ നിങ്ങൾ എത്ര എണ്ണം എഴുതും? 1. ഇവിടെ എത്ര 10കൾ? 3. പിന്നെ 6 നാണയങ്ങൾ. അപ്പം 136. അപ്പോൾ ഇവിടുത്തെ ബില്ലിന്റെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 136 രൂപയായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ആകെ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കൂ, 100-ന്റെ കോളത്തിലുള്ള 2 100-ഉം ഈ 1 100-ഉം, 2 1-ഉം 3 100 കിട്ടി. ഇനി 10കൾ കൂട്ടി നോക്കൂ, ഇവിടെ 2 10, ഇവിടെ 3 10, മൊത്തം എത്ര 10 വരും? 5 10. ഇനി ഒന്നുകൾ എത്ര വരും? ഇവിടെ 6 ഒന്നുകളുണ്ട്, ഇവിടെ 6 ഒന്നുകളുണ്ട്. 6ഉം 6ഉം എത്ര ഒന്നുകളുണ്ട്? 12 ഒന്നുകളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ ഇതിന്റെ ബാക്കി നോക്കുക. 12 1 രൂപകളെ എങ്ങനെ എഴുതാം? ഒരു 10 രൂപയും 2 രൂപയും ആക്കി. അതായത് 10 അധികം 2. ഇതാ 12 ഒന്നുകളാണ് നമ്മൾ അപ്പുറത്ത് പറഞ്ഞത്. അപ്പോൾ 12 ഒന്നുകളെ നമ്മൾ 10ഉം 2ഉം ആക്കി എന്ന് പറഞ്ഞാൽ ഒരു 10ഉം 2 1ഉം. ഈ 10നെ കൂടെ നമ്മൾ എന്ത് ചെയ്തു? ഈ 5 10നോടൊപ്പം കൂട്ടി. അപ്പോൾ എത്ര വരും? 3 100-ഉം ഈ 5 10നോടൊപ്പം ഇവിടെ നിന്നുള്ള ഒരു 10 കൂടെ കൂട്ടിയപ്പോൾ എത്ര 10 വന്ന്? 6 10ആയി. പിന്നെ ബാക്കിയുള്ള 2 ഒന്നുകൾ. അപ്പോൾ നമുക്ക് ഒന്ന് കോളമായിട്ട് എഴുതി നോക്കാം. ഇതിനെ എങ്ങനെ എഴുതാം? ഇതാ ആദ്യം നമ്മൾ ആ സംഖ്യ അതുപോലെ എഴുതി. 226 എന്നുള്ള സംഖ്യയെ കോളത്തിനകത്ത് എഴുതി. അതിന് താഴെ 136 എന്നുള്ള സംഖ്യ എഴുതി. ഇനി നമ്മൾ അതിനെ കൂട്ടാൻ പോവുക. 6ഉം 6ഉം 12 ആണെന്നറിയാം അല്ലേ. ഈ 12-ലെ 10ഉം 2ഉം ആയിട്ട് തിരിച്ചു. അതായത് ഒരു 10ഉം 2 ഒന്നുകളും. ഈ 10നെ നമ്മൾ ഏത് സ്ഥാനത്ത് കൊടുത്തു? 10കളുടെ സ്ഥാനത്ത് കൊടുത്തു. അതാണ് ഇവിടെ 1 നമ്മൾ എഴുതിയത്. കണ്ടോ? ഈ 10കൾ എന്നുള്ളത് ഒരു 10നെ ഇപ്പുറത്തെ 10ന്റെ സ്ഥാനത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 10ന്റെ സ്ഥാനത്തുള്ള സംഖ്യകളെല്ലാം കൂടെ കൂട്ടും. 3 10, 2 10, 1 10. അപ്പം 3ഉം 2ഉം 5, 1ഉം 6 10 വന്നു. പിന്നെ 100കളുടെ സ്ഥാനത്തുള്ള 2 1ഉം 3. അപ്പോൾ ഉത്തരം എത്ര കിട്ടുന്നേ? 362 വരും. 362. ഇതുപോലെ പിറന്നാൾ സമ്മാനം. അടുത്ത ചോദ്യം. അച്ഛന്റെ പിറന്നാളിന് സമ്മാനം നൽകണം. മേരിയും ടോമിയും സമ്പാദ്യപ്പെട്ടി തുറന്നു. മേരി പറയാ, എന്റെ സമ്പാദ്യപ്പെട്ടിയിൽ 354 രൂപയും അനുജന്റേതിൽ 172 രൂപയും ഉണ്ട്. വൈകുന്നേരം നമുക്ക് കടയിൽ പോയി സമ്മാനം വാങ്ങാം അമ്മ പറഞ്ഞു. അങ്ങനെ അവർ സമ്മാനം വാങ്ങാനായിട്ട് പോവുകയാണ്. സമ്പാദ്യപ്പെട്ടിയിൽ ആകെ എത്ര രൂപയുണ്ടെന്ന് കണ്ടുപിടിക്കണം. എത്രയാണ്? 354-ഉം അനുജന്റേതിൽ 172. അപ്പോൾ നമുക്ക് അതിനെ ചിത്രീകരിക്കാം. 354 172 അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ചിത്രീകരിക്കാം. 354, അതായത് നോക്ക്, 3 100കളും 5 10കളും 4 1 രൂപ നാണയം. പിന്നെ എത്രയാണ് സംഖ്യ? 172. 172 എന്ന് പറയുമ്പോൾ ഒരു 100 രൂപ നോട്ട്, 7 10 രൂപ നോട്ട്, 2 1 രൂപ നോട്ടുകൾ. ഇനി നമുക്കതിനെ കൂട്ടാം. 3 100, 5 10, 4 1. ആദ്യത്തെ സംഖ്യ 1 100, 7 10, 2 1. ഇതിനെ രണ്ടിനെയുടെ കൂട്ട് നോക്കുക. ആകെ എത്ര കിട്ടുമെന്ന് നോക്കൂ. ഇവിടെ ഒന്നുകളുടെ സ്ഥാനത്ത് എത്ര വരും? 4ഉം 2ഉം 6. അവിടെ പ്രശ്നമില്ല, 6 ഒന്നുകൾ വന്നു. ഇനി 10കളുടെ സ്ഥാനത്ത് എത്ര വരും? 5 10ഉം 7 10ഉം. അവിടെ കൂട്ടുമ്പോൾ എത്ര 10കൾ വരും? 12 10 വന്നു അല്ലേ. 12 10. അപ്പൊ 10 10കൾ നമുക്ക് ഒരു 100 ആണെന്നറിയാം. 10 10കൾ ചേരുമ്പോൾ ഒരു 100 വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 3 100 ഇവിടെ ഒരു 100 വീണ്ടും ഇവിടെ നിന്ന് ഉള്ള ഒരു 100 കൂടെ കൂട്ടുമ്പോൾ 3 1 4 1 എത്ര ആവും? 5 100 വരും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉത്തരത്തിനെ എങ്ങനെ കോളത്തിലാക്കുന്നേ? 354 172 എന്നിട്ട് കൂട്ടി കിട്ടുമ്പോൾ എങ്ങനെ വരും? 4 2 6, 7 5 12. 12ന്റെ 10 10കളെ നമ്മൾ അടുത്ത 100 ആക്കി. ആ 100ഉം ഈ 100 രണ്ട് 100ഉം കൂടെ, അതായത് 3ഉം 1ഉം. അപ്പോൾ 3 1 4 1 5. അപ്പോൾ ആൻസർ 526 എന്ന്
കിട്ടും. അതാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത്. 4ഉം 2ഉം 6, 7ഉം 5ഉം 12. 12-നകത്ത് 2 10കളുടെ സ്ഥാനത്ത് എഴുതിയിട്ട് 12ആണ്. ഒരു 10 എന്ന് പറയുന്നത് 100ൻ്റെ അടുത്തേക്ക് എഴുതി, 100ൻ്റെ സ്ഥാനത്ത് കൊടുത്തു. അപ്പോൾ അവിടെ ഒരു 100ആയി. 3, 1, 4, 1, 5. ഉത്തരം 526. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഇനി നിങ്ങൾക്ക് ഞാനൊരു ഹോംവർക്ക് തരാം. അതായത് പേജ് നമ്പർ 29 കണ്ടോ, 29-ൽ നിറം നൽകൂ എന്നൊരു പ്രവർത്തനമുണ്ട്. ഈ പ്രവർത്തനം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യണം. ഈ കളങ്ങളിൽ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്. താഴെ കൊടുത്ത സംഖ്യകൾ കൂട്ടി നോക്കൂ. ഉത്തരമായി കിട്ടിയ സംഖ്യകളുള്ള കളങ്ങൾക്ക് നിറം നൽകും. അപ്പോൾ ഈ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ ഉത്തരം കറക്റ്റായിട്ട് എഴുതി കൂട്ടുകയാണെങ്കിൽ ആ കിട്ടുന്ന ഓരോ ഉത്തരത്തിലും നിങ്ങൾ ഇവിടെ ഏത് ഉത്തരമാണോ വരുന്നത് അവിടെ നിറം കൊടുക്കണം. ഒരേ നിറം തന്നെ കൊടുക്കണം. എങ്കിലേ രൂപം നമുക്ക് മനസ്സിലാവൂ. പല നിറം കൊടുക്കരുത്. ഏതെങ്കിലും ഒരു നിറമേ ഉപയോഗിക്കാവൂ. അപ്പോൾ അങ്ങനെ ചിത്രത്തിൽ ഒരേ നിറം ഉപയോഗിച്ചിട്ട് ആരാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്തണം. അതൊരു ഹോംവർക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, നന്ദി.